ഹലോ ഹായ്. നമ്മൾ സ്ത്രീകൾ അബലകളല്ല. അബലകളെന്ന് പറഞ്ഞാൽ ചിലർക്ക് അതിൻ്റെ അർത്ഥം പോലും അറിയില്ല ഇതുവരെ. നമ്മൾ സ്ത്രീകൾ അടിമകളാണോ? അടിമകളെ പോലെ ജീവിക്കേണ്ടവരാണോ? എന്തുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് വിവാഹ ബന്ധങ്ങൾ വേർപിരിയുന്നത്? എത്രയോ ബന്ധങ്ങളാണ് ഡിവോഴ്സായിട്ട് അല്ലേ? ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത് അത് ഇങ്ങനെ കാലങ്ങളോളം അതിൻ്റെ പുറകെ നടന്ന് ജീവിതം തീർക്കുന്ന എത്രയോ യുവാക്കൾ. ഇതിൻ്റെ എല്ലാം ഒരു കാരണം ഞാൻ പറയട്ടെ. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞു ഒരാണും പെണ്ണും തമ്മിൽ എവിടെയോ കിടക്കുന്ന ഒരാണും പെണ്ണും വീട്ടുകാർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച്, കുറച്ച് സാമ്പത്തികമല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ഒരു പെണ്ണിന് ഒരു ആണിന് കൊടുക്കുകയാണ് അല്ലേ? അവരുടെ കുടുംബത്തിലേക്കായി. പിന്നെ അതൊരു വലിയ സത്യമാണ്. അതിലൊരു ഈ പെണ്ണുങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്ത് ധൈര്യത്തിലാണ് അവർ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് നമ്മൾ ചിന്തിക്കും. ആ സമയത്തൊന്നും ഞാനും ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് നമ്മുടെ വീട്ടുകാരെല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകുന്നു, നമ്മളവിടെ കഴിയുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ആണല്ലേ ആ സമയത്തൊക്കെ. അപ്പോൾ എന്ത് കാര്യം നമ്മൾ പറയുന്ന അതേപടി പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ ഒന്നും പറയണ്ട. നമ്മൾ ഭർത്താവാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും പറയുന്ന അതേപടി അനുസരിക്കുക എന്നുള്ളതാണോ നമ്മുടെ ഉത്തരവാദിത്തം? ആണോ? അതെ എന്നുള്ളൊരു എന്തായാലും കമ്പനിയാണ്. അല്ല എന്നുള്ളൊരു കമ്പനിയാണേ. ഒരിക്കലും അല്ല എന്നുള്ള ചിന്താഗതിയാണ് എൻ്റേത്. ഒരിക്കലും അല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ അവരെ ബഹുമാനം കൊടുക്കാതെയും അവരെ സ്നേഹിക്കാതെയും ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും ഭർത്താവ് പറയുന്നത് കേൾക്കാതെ നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്താണ്? മറിച്ച് നമുക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട് അല്ലേ? അത് സ്വത്ത് മാത്രമല്ല, നമുക്ക് സംരക്ഷണം, നമുക്ക് പരിഗണന, അതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണ്. ആണുങ്ങൾ ഭർത്താക്കന്മാരെ അല്ലെ അവർ വീട്ടുകാരെ കെയർ ചെയ്യുക എന്നുള്ളത് ഒരു ഭാര്യ അല്ലെ ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന പെൺകുട്ടിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. പൂർണ്ണ ഉത്തരവാദിത്വം ഒന്നുമല്ല പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പരസ്പര ധാരണയോട് പോകേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് വരണം, ഒരു ബോധം നമുക്ക് വരണം. പക്ഷേ ഇതൊന്നുമില്ലാതെ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ വെറും അടിമയെ പോലെ തുണി കഴുകാൻ, അല്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ കിടന്നുറങ്ങാൻ, അങ്ങനെ പിന്നെ വീട് അടിച്ചു വാരാൻ, പുറത്ത് പോയി സാധനം വാങ്ങിക്കൊണ്ട് വരാൻ, റേഷൻ കടയിൽ മറ്റേ അങ്ങനെയുള്ള ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് വരാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പെണ്ണുങ്ങൾ പോകുന്നതിനോട് പൂർണ്ണമായി യോജിക്കുന്നവരാണ് നിങ്ങൾ. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെയാണോ, നമുക്ക് മാത്രമുള്ളതാണോ? അങ്ങനെ അല്ല എന്നുള്ളൊരു കമൻറ്റ് ദയവ് ചെയ്ത്. എനിക്കൊരു രസത്തിന് ഞാനൊരു ചലഞ്ചാണ്. നിങ്ങൾ ഏത് രീതിയിലുള്ളവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അറിയണേ. നിങ്ങളാണ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനാണ്, എൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ ഞാനാണ്, എന്നെ എല്ലാം ഇത് തലയിലാണെന്നുള്ള ആ അഭിപ്രായമൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ പറഞ്ഞു വന്നത് അതിൻ്റെ ബാക്കിയാണ്. അതുപോലെ ആണുങ്ങൾ എന്താണ്, പുറത്ത് പോയി അവർ ജോലി ചെയ്യുന്നു. ഇപ്പോൾ എത്രയോ പേരാ ജോലി ചെയ്യാതെ വീട്ടിലിരുന്ന് പിന്നെ വെറുതെ മൊബൈൽ നോക്കിയിരുന്ന്, അതായത് ടി വി കാണും, മൊബൈൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് മൊബൈൽ കാണുന്ന എത്രയോ കുടുംബനാഥന്മാർ, അവരെ സഹിക്കുന്ന ഭാര്യമാർ, കുട്ടികൾ. ഇതിൻ്റെ ബാക്കി ടൈം കുറേ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഇടുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിരിക്കും നാളെ തുടങ്ങുക. ഓക്കെ, ബൈ. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.